നല്ല ടേസ്റ്റോടെ ഞാൻ കുറച്ച് കേർഡ് റൈസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഞാനിതിവിടെ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് കേർഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ക്രൈസി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സുരക്ഷിതരായും സന്തോഷത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവം കേർഡ് റൈസ് അഥവാ തൈര് സാദം. ഇത് തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് കേർഡ് റൈസ് അല്ലെങ്കിൽ തൈര് സാദം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കാണാം. ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബസ്മതി റൈസോ അല്ലെങ്കിൽ പൊന്നി റൈസോ അങ്ങനെയുള്ള റൈസുകൾ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. നമ്മൾ ഇനിയും ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അധികം ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. ഇത് നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞു. അരി നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ശരിക്കും നല്ല വേവ് വേണം. നമുക്കിതിൽ കുറച്ച് നമ്മളിത് മാഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് തീ ഓഫ് ചെയ്യാം. ചോറ് നമുക്ക് ഊറ്റിയെടുക്കണം. വെള്ളം മുഴുവനും കളഞ്ഞ് ഊറ്റിയെടുത്തിട്ട് വരാം. നമ്മൾ നല്ലതുപോലെ വേവിച്ച് നന്നായിട്ട് വേവിച്ച അരിയുണ്ട്. അരി നമുക്ക് ഒരു പാത്രത്തിലേക്ക്, നമ്മൾ വേവിച്ചതിൻ്റെ ഒരു പകുതി താഴെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ മാഷ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മാത്രമേ നമ്മൾ ഈ തൈര് സാദത്തിന് ഉപയോഗിക്കാവുള്ളൂ. എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി. ഇതിലേക്ക് നമുക്ക് ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് ചെറിയ ബ്രൗൺ കളറിലേക്ക് വന്നു. നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇഞ്ചി, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, അതെല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഒരു ക്യാരറ്റ്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് ഉണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചെറുതായിട്ട് വെന്തു. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. ഇത് നമുക്ക് നമ്മുടെ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ റൈസ് നോക്കാം. വെന്ത് വെള്ളം ഊറ്റി വെച്ച ചോറ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് എല്ലാം മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർക്കാം. മാഷ് ചെയ്ത റൈസും നമ്മൾ ചേർത്തു. ചോറ് വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. ഇനിയിപ്പോൾ തൈരിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർക്കണം. അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇനി ഞാൻ ചേർക്കുന്നത് 1 കപ്പ് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് തൈര് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. കേർഡ് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് തൈരാണല്ലോ. ഇനി നമ്മൾ ചേർക്കുന്നത് വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈരും നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇതും മാഷ് ചെയ്തിരിക്കുന്ന റൈസും എല്ലാം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുഴഞ്ഞു പോയതിലൊന്നും കുഴപ്പമില്ല. ശരിക്കും കേർഡ് റൈസ് നന്നായിട്ട് കുഴഞ്ഞു തന്നെയാണ് ഇരിക്കേണ്ടത്. ഈ സമയത്ത് ഉപ്പും ഇതെല്ലാം നോക്കാം. തൈര് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേർഡ് റൈസ് ഇവിടെ റെഡിയാണ്. നമുക്കിത് ഒന്നുകൂടെ ഗാർണിഷ് ചെയ്തെടുക്കണം. നമ്മുടെ കേർഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വിളമ്പുന്നതിന് തൊട്ട് മുമ്പ് അല്പം മാതള നാരങ്ങയും അതുപോലെ മല്ലിയിലയും ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ തൈര് സാദം അല്ലെങ്കിൽ കേർഡ് റൈസ് തയ്യാറാക്കിയെടുത്തു. വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായിട്ട് കേർഡ് റൈസ് തയ്യാറെടുത്തു. നിങ്ങളും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വിഭവമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.